555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നതാണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 15-ാം തീയതി 2025 സ്റ്റാർട്ട് ചെയ്തതാണ്. സെപ്റ്റംബർ 21-ാം തീയതി വരെ അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റേതു മാത്രമാണ്. ഈ പ്രണയബന്ധത്തിൽ പുതുജീവൻ നൽകുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ, അതുപോലെ ഈ പേഴ്സന് നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, ഒരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിൽ കിടക്കുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് നിന്നു പോവുക, പെട്ടെന്ന് നമ്മളൊരു എക്സോസ്റ്റഡ് ആയിട്ട് പോവുക, ആ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നും ആ ഒരു എനർജിയിൽ നിന്നും മറ്റൊരു എനർജിയിലേക്ക് കൊണ്ടുപോകാൻ, വിജയകരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ കാർഡ്സിലേക്ക് പോകാം. ഓവറോൾ എനർജി നമ്മൾ 3 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവസാനം എടുക്കാം. ബാക്കി ഇത്രയും കാർഡ്സും കൂടി എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് അത് എടുക്കാം. ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ, ഈ പേഴ്സൺ എന്താണ്, ഈ പേഴ്സന്റെ എനർജി, ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനോടുള്ള ഒരു നിലപാട്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് എയർ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി, ബി ബോൾഡ്, കറേജിയസ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആണ്. നൗ ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് ആക്ഷൻ, ഡു വാട്ട്സ് യു ആർ പാഷനേറ്റ് അബൌട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, ഒരു പാഷനാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ പേഴ്സന്റെ ഇപ്പോഴും പൂവണിയാതെ കിടക്കുന്ന ഒരു ചെറിഷ് ഡ്രീമിലേക്ക് വരാത്ത ഒരു ടൈപ്പ് ഓഫ് കാര്യമാണിത്. അതായത് നിങ്ങളായിട്ട് ഒന്നിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഈ വ്യക്തിയുടെ ഒരു രീതിയിൽ, ഒരു അർത്ഥത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പൂവണിയാതെ, അല്ലെങ്കിൽ പരിപൂർണതയിൽ എത്താതെ, ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്താതെ, ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് വേറെ എല്ലാ കാര്യത്തിലും പൂർണ്ണതകൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ നന്നായി, പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം, നിങ്ങളായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണത വരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും വളരെ പാഷനേറ്റ് ആയിട്ടാണ്. കാരണം ഇൻകംപ്ലീറ്റ് സ്റ്റോറി ആണെങ്കിൽ പോലും, അതായത് പൂർണ്ണമാകാത്ത ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും, എന്തുകൊണ്ടോ ഇതിനോടുള്ളൊരു പാഷൻ, അത് ഈ പേഴ്സണ് വളരെ അമേസിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. അതിപ്പോ നിങ്ങളെ കൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു പുതിയ തീരുമാനം എടുത്തേ തീരൂ. അല്ലെങ്കിൽ ഇതെവിടെയാണോ പൂർണ്ണമാകാതെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നത്, അവിടം തൊട്ട് തന്നെ പുതിയൊരു തുടക്കം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും വളരെയധികം പാഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് പണ്ടെപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്തു പോയിട്ടുള്ള ഒരു എനർജി ആകാം, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ സോള് ആഗ്രഹിച്ചിട്ടുള്ള ഒരു എനർജി ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എനർജി ആകാം, എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജി നമുക്ക് വ്യക്തമായും കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഈ വ്യക്തിയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ, ഈ ഒരു ലേഡി പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ദിസ് ലേഡി ഈസ് ഫേസിങ് കുറ്റബോധം, ഗിൽറ്റ് ആണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു വർക്ക്, ഈ ഒരു പെൺകുട്ടി ഇവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ എങ്കിൽ പോലും ചിന്തകൾ മുഴുവനും എന്താണ്, ആ ഒരു കുറ്റബോധം നിറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടാണ്. എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു, കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊരു കുറ്റബോധമാണ്. അതായത് നിങ്ങളെ കുറിച്ചുള്ള കുറ്റബോധമാണ് ഈ പേഴ്സന്റെ മനസ്സിൽ
ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് വലിയൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു കുറ്റബോധം മനസ്സിൽ നിന്നും നിങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ പുറത്ത് വന്നിട്ടുള്ള കുറ്റബോധം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടാകുക, ഈ വ്യക്തിയെ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ട് ഈ വ്യക്തിയെ മാനസികപരമായിട്ടൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കുറ്റബോധം കൊണ്ട് ഈ പേഴ്സൺ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഈ പേഴ്സന്റെ മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു എനർജി പറയുകയാണെങ്കിൽ ഡീപ്പ് ഇമോഷൻസ് ആണ്. അൺനോൺ ഫീലിങ്സ്, പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. ഇറ്റ്സ് എ ജനറൽ റീഡിങ്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫ് എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേര് പോലും എന്താ പറയുക, വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ നിങ്ങൾ വളരെ വൃത്തിയായിട്ടും വളരെയധികം സൂപ്പർബായിട്ടും മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എങ്കിൽ പോലും എങ്ങനെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി വന്നു എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണും ഉത്തരവില്ല, നിങ്ങൾക്ക് ഉത്തരവില്ല. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ചിലപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു ശത്രുവായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത്രയും നന്നായിട്ട് പ്രവർത്തിച്ച് നന്നായി തന്നെ മുന്നോട്ട് പോയിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്, മറ്റുള്ളവരെയും കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിഗണിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അത് മുജ്ജന്മത്തിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വ്യക്തികളായിട്ട് കൂട്ടുകൂടേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു കയറി വരുന്നു. ഇടിച്ചു കയറി വരാന്ന് പറയില്ലേ, ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഇടിച്ചു കയറി വരിക. ബിക്കോസ് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്കിടയിലേക്ക് കയറി വരുന്നു. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഇമോഷൻസും നിങ്ങൾ രണ്ടുപേരെയും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പേഴ്സന്റെ മനസ്സിൽ ഹൃദയം നിറയെ സ്നേഹം തന്നെയാണ്. കാരണം മാൻ ഹോൾഡിങ് എ ഹാർട്ടാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ, അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷൻ, ഇപ്പം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ രീതിയിൽ നിങ്ങൾ സങ്കല്പിക്കുക, ഹൃദയം നിറയെ സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്. അത് പലപ്പോഴും ഈ വ്യക്തി അത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് ഒരു പക്ഷേ എന്താ പറയുക, അത് നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് മറ്റൊരു ദയനീയ അവസ്ഥയാണത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുണ്ട്, പക്ഷെ അത് എവിടേക്കോ എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ്ലി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ നെഗ്ലക്റ്റഡ് ആണ്. ഐ ഫീൽ ടു ഗീവ് യു വാട്ട് യു നീഡ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാകാം, ഡ്രീം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ തന്നെ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ചിലപ്പോൾ ടൂർ പോകണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നിങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് നടപ്പിലാക്കി തരാനോ പ്രാവർത്തികമാക്കി തരാനോ സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഈ പേഴ്സൺ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അത് ഈ പേഴ്സൺ വളരെ ദുഃഖത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് അത് പറയുന്നുണ്ട്. സ്പാർക്കാണ്. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ, ഈ ഒരു കാർഡിൽ പറഞ്ഞതുപോലെ പാഷനാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എന്താ പറയാ, സ്നേഹിക്കുന്ന ആൾക്കാരാകാം. അതായത് ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാരാകാം.
അതായത് ഇപ്പൊ നിങ്ങൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ഈ പേഴ്സണും അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പടം വരക്കുന്ന ആളാണ്, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. പാട്ടും പടം വരയും മാത്രമല്ല, വേറെ ഒരുപാട് കഴിവുകളുണ്ട്, വേറെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങി നടക്കുന്നത് പോലും ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. അതൊരു പാഷനാണ്, അതൊരു അട്രാക്ഷൻ ആണ്, മാഗ്നറ്റിക് അട്രാക്ഷൻ ആണത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ പ്രണയബന്ധത്തെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ആകർഷണമാണ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓവറോൾ എനർജിയിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏഞ്ചൽ കാർഡാണ്, ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റേത് മാത്രം തന്നെയാണ് എന്ന് പറയാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. കാരണം ഏഞ്ചൽസ് ആണെങ്കിലും വളരെയധികം സപ്പോർട്ടീവാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്, വളരെ വലിയ സന്തോഷപൂർണമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ രണ്ടുപേരുടെ ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ കാണിക്കുക ടു ബി ഫെയർ എന്നാണ്. കാരണം ഇവിടെ പല സാഹചര്യത്തിലും ഈ പേഴ്സൺ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഭാഗത്ത് ഈ പേഴ്സൺ നിന്നിട്ടുണ്ട്. അവരോടൊപ്പം നിന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ സ്നേഹത്തിന് ചിലപ്പോൾ ഒരു വില തന്നിട്ടില്ലായിരിക്കാം. അത് ഈ പേഴ്സന്റെ ഗതികേട് കൊണ്ടാണ്. അപ്പോൾ അത് എന്താ പറയുക, ന്യായമായിട്ടുള്ള രീതിയിൽ ന്യായം കൊണ്ടുവരണം, നീതി കൊണ്ടുവരണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതായത് നിങ്ങൾക്കും തുല്യമായിട്ടുള്ള ആ ഒരു കാര്യം തരണം, സ്നേഹം തരണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ സെറിമണിയാണ്. അത് വിവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ വിവാഹ സങ്കല്പം ഉണ്ടല്ലോ, അതിപ്പോ കല്യാണം തന്നെ ആകണം എന്നില്ല, കല്യാണം കഴിക്കാൻ പറ്റാത്ത കണക്ഷൻസും ഇതിലുണ്ടാകാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണ്, കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ വിശ്വാസങ്ങളോട് കൂടി അല്ലെങ്കിൽ ആ ചടങ്ങുകളോട് കൂടിയൊക്കെ കല്യാണം കഴിക്കാനൊക്കെ ഈ പേഴ്സണ് വളരെയധികം എക്സൈറ്റഡ് ആണ്, ആഗ്രഹമുണ്ട്. ഇനി അതല്ല, അത് കല്യാണം കഴിക്കാൻ പറ്റാത്ത വേറെ രീതിയിലൊക്കെ ഉള്ളൊരു ബന്ധങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഒരു റിയൂണിയൻ ഒക്കെ നടന്ന് ഒരുമിച്ചുള്ള സാഹചര്യങ്ങൾ പങ്കിടാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കിനി നെക്സ്റ്റ് കുറച്ച് ക്ലൂസ് നോക്കാം. ഏഞ്ചൽ നമ്പർ 69 കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾ 69 ഒക്കെ കാണുകയാണെങ്കിൽ ഏഞ്ചൽ നമ്പറാണ് സൂചിപ്പിക്കുന്നത്. അതൊരു ട്വിൻ ഫ്ലെയിമിൻ്റെ നമ്പറും കൂടിയാണ്, പക്ഷേ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ്, ഓക്കെ, മാനിഫെസ്റ്റേഷൻ, ആന്ധ്രാപ്രദേശ്, ജർമ്മനി, ചർച്ച്, ലെറ്റർ ഇ, പത്തനംതിട്ട, ഫെബ്രുവരി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സെപ്റ്റംബർ 15 തീയതി 2025 ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അവൈലബിൾ ആയിരിക്കുന്നത് 21 തീയതി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്താൽ മതി, കോള് വേണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.